ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഷാൻസ് ലിറ്റിൽ ഹാർട്ട്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു കിച്ചൺ ടിപ്പുമായിട്ടാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ടിപ്പ് തന്നെ ആയിരിക്കാം, എന്നാലും ഞാൻ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നി, അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാം എന്ന് കരുതി. സാധാരണ നമ്മൾ അടുക്കളയിൽ യൂസ് ചെയ്യണ ജാർസിൻ്റെ ക്യാപ്സ്, അതിലൊരു കറ പിടിക്കാറുണ്ട്. അത് ഉരച്ച് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്ക്രബ്ബർ വെച്ച് ഉരച്ചാലും അത് പോയി കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ അതിനുള്ള ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇന്നിവിടെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇതുവരെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലുള്ള ക്യാപ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഗ്ലാസ് ജാറിനാണ് സ്റ്റീൽ ക്യാപ്സ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് പ്ലാസ്റ്റിക് ജാർസ് തന്നെയാണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ റിമൂവ് ചെയ്യാം. ഈ കറ പെട്ടെന്ന് എങ്ങനെ കളഞ്ഞെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഒരു ചെറിയൊരു പാത്രം എടുക്കുക, അതിൽ കുറച്ച് സാൾട്ട് ആഡ് ചെയ്യാം. ഇനി സാൾട്ടിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ആഡ് ചെയ്യാം. അതിനുശേഷം ഇതുപോലുള്ള ഒരു സ്ക്രബ്ബർ എടുക്കുക. സ്ക്രബ്ബർ എല്ലാവരുടെ കയ്യിലും ഉണ്ടാകുമല്ലോ, ഇതേപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ക്രബ്ബർ എടുക്കുക. എന്നിട്ട് അത് ഇതിൽ മുക്കിയിട്ട് കറയുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒരതി കൊടുത്താൽ മതി. നല്ലോണം പ്രസ് ചെയ്തിട്ട് ഒരതൊന്നും വേണ്ട, കാരണം സ്റ്റീലിൻ്റെ ക്യാപ്പാണ്, അതിൽ വരകൾ വരും നല്ലോണം പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ആ കറ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഇത് നിങ്ങളിൽ കുറേ പേർക്ക് അറിയുന്നൊരു ടിപ്പ് തന്നെ ആയിരിക്കാം, എന്നാലും അറിയാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് കരുതിയിട്ട് ഷെയർ ചെയ്തതാണ്. ഇതൊരു ഈസി ടിപ്പ് തന്നെയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുറേ സമയമൊന്നും എടുക്കുന്നില്ല, 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇനി അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരേക്കും ടേക്ക് കെയർ. Thanks for watching.